സ്വാമി ശരണം. ക്യാനിൽ തണ്ണിമത്തൻ ബാഗിട്ടാൽ കനി കുസൃതിക്ക് കയ്യടി കിട്ടുമായിരിക്കും. പ്രിയങ്ക കാട്ടിയത് വിഡ്ഢിത്തം എന്നല്ലാതെ ഒന്നും അതിന് പറയാനില്ല. ശുദ്ധ അസംബന്ധമാണ് അവർ ചെയ്തത്. ഡിസംബർ 16 വിജയ് ദിവസം. ഈ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് 1971 ബംഗ്ലാദേശ് മോചിപ്പിച്ചത്. ഈ ദിവസമാണോ പാലസ്തീനെ പ്രിയങ്ക അനുകൂലിക്കേണ്ടത്? മാത്രമല്ല, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുകയാണ് ഇപ്പോൾ. ഈ വിഷയമായിരുന്നില്ലേ അവർ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്? ആരെങ്കിലും ചെയ്യുമോ ഇത്രയും വലിയൊരു ഫൂളിഷ്നെസ്? ഇതിനെയാണ് പറയുക ഈ പൊളിറ്റിക്കൽ ഇംമെച്യൂരിറ്റി എന്ന്. കനി കുസൃതി കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ക്യാൻ ഫെസ്റ്റിവലിൽ തണ്ണിമത്തന്റെ ഭാഗമായി പോയത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ കയ്യടി കിട്ടിയിരുന്നു. അത് ക്യാൻ ഫെസ്റ്റിവൽ ആണ്, പക്ഷെ ഇത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. അതാരാണ് ഓർക്കേണ്ടത്? എപ്പോൾ എവിടെ ചെയ്യണമെന്ന് ഇത്തിരി ബോധമെങ്കിലും വേണം. ഇനി അത് അവർക്കറിയില്ല എങ്കിൽ അറിയാമായിരുന്ന ഒരൊറ്റ എണ്ണം പോലും കോൺഗ്രസിലില്ലായിരുന്നോ? പിന്നെ 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ നിർണായക വിജയത്തെ ആഘോഷിക്കുന്നതാണ് ഈ ദിവസം. ഈ ദിവസം ആരാണ് ഓർക്കേണ്ടത്? ഈ വിഷയത്തെ പറ്റി പൊളിറ്റിക്കലി ഉപയോഗിക്കേണ്ട ദിവസമായിരുന്നില്ലേ ഈ കഴിഞ്ഞു പോയത്? പകരം പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ദിവസമായിരുന്നു ഡിസംബർ 16. കഷ്ടം. 2 ദിവസം മുമ്പ് പാലസ്തീൻ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ ഒരു അലയൊലിയാണ് ഈ ഡിസംബർ 16 പാർലമെന്റിൽ തണ്ണിമത്തൻ ബാഗിന്റെ രൂപത്തിൽ നമ്മൾ കണ്ടത് എന്ന് നിസ്സംശയം പറയാം. പക്ഷേ പ്രിയങ്കയ്ക്ക് സമയം മാറിപ്പോയി. പാലസ്തീന് ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഇവർ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി ശബ്ദം ഉയർത്താത്തത്? പല രീതിയിലാണ് ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വിമർശനം ഉയർന്നത്. ഇത് പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്ത വയനാട്ടിലെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും സമർപ്പിക്കുന്നു. രാഹുലും പ്രിയങ്കയും എല്ലാ ദിവസവും ലോക്സഭയിൽ വരണം, പ്രസംഗിക്കുകയും വേണം. ബാക്കിയുള്ളവർക്ക് ഒരു ടൈം പാസ് ആകുമല്ലോ. എന്നാലും എൻ്റെ വയനാട്ടുകാരെ, ഈ ദിവസത്തെ പറ്റി ഓർക്കണമെങ്കിൽ, അതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ രാജ്യസ്നേഹം എന്നൊന്നുണ്ട്. അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നവർക്കേ ഈ ദിവസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കഴിയൂ എന്ന് തുടങ്ങി നീളുകയാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. സംഭവം മറ്റൊന്നുമല്ല, പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി അടിസ്ഥാന വിവരം മാത്രമുള്ള ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും സ്ഥലത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങി പ്രസംഗിച്ച രാഷ്ട്രീയ ബോധ്യം മാത്രമാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ദിവസങ്ങൾ കൊണ്ട് എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ സ്വന്തം പാർട്ടി ഭരിക്കുന്ന ഹിമാചൽ ഗവൺമെന്റിനെ വിമർശിച്ചപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ അവർക്ക് കോൺഗ്രസ് പാർട്ടിയെ പറ്റി എത്രത്തോളം അറിവുണ്ട് എന്നത്. ഇങ്ങനെയാണ് എങ്കിൽ ഈ പാർലമെന്റിലും ഗ്രേഡ് സിസ്റ്റം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇരുന്നുറങ്ങുന്നവർക്ക് ബാക്ക് സീറ്റ്, നോ ചാൻസ് ഫോർ നെക്സ്റ്റ് ഇലക്ഷൻ, പ്രമോഷൻ, നോട്ട് ഫോർ സീനിയോറിറ്റി ബട്ട് ഫോർ കോമ്പീറ്റൻസ് എന്ന് തന്നെ പറയണം. നയം മാറണം, അല്ലാതെ നടക്കില്ല. എന്തായാലും പ്രിയങ്കയുടെ ഈ വക തിരിച്ചറിവില്ലായ്മയ്ക്ക് കോൺഗ്രസ് രാഷ്ട്രീയമായി തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയ്ക്കും മാധ്യമങ്ങൾക്കും ചർച്ചയ്ക്കുള്ള വകുപ്പ് അവർ ഒപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ തണ്ണിമത്തൻ പൊല്ലാപ്പായ പോലെ പിന്നെ ഈ തണ്ണിമത്തൻ പാലസ്തീൻ ഐക്യദാർഢ്യ ചിഹ്നമായി മാറിയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഈ തണ്ണിമത്തൻ പാലസ്തീൻ ഐക്യദാർഢ്യ ചിഹ്നമായി തുടങ്ങുന്നത് 1967 മുതലാണ്. 1967 ഇസ്രായേലിന്റെ പതാക നിരോധനത്തെ പാലസ്തീൻ നേരിട്ടത് പാതി മുറിച്ച തണ്ണിമത്തനിലൂടെയാണ്. ഇവിടെയാണ് തണ്ണിമത്തൻ ഒരു രാഷ്ട്രീയ ആയുധം ആകുന്നത്. ഇവിടെ പ്രിയങ്ക മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ട് ജയിക്കുന്നതിനുള്ള നന്ദിയാണ് കാണിച്ചത്. രാഷ്ട്രീയ ബോധം ഇല്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ് പ്രിയങ്ക വാദ്ര. ക്യാൻ ചലച്ചിത്രവേദിയല്ല, പാർലമെന്റ് ഷോ കാണിക്കാൻ, അതും ബംഗ്ലാദേശ് വിജയ ദിവസം തന്നെ. ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ പാടുപെടുകയാണ് പാവങ്ങൾ.